താൽക്കാലിക വെടിനിർത്തൽ എന്നുള്ളത് യുദ്ധത്തിന്റെ അവസാനമല്ല എന്നുള്ള വ്യാഖ്യാനം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ്. മുസ്തഫ ഖമനേയി, ഇറാന്റെ പരമോന്നത നേതാവ്, ഇപ്പോൾ പുതിയ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് ഓരോ ചോരത്തുള്ളിക്കും പകരം ചോദിക്കും എന്നാണ്. തങ്ങളുടെ നേതാക്കളെ കൊലപ്പെടുത്തിയതിന് വളരെ കൃത്യമായി പ്രതികാരം നടത്തും എന്നാണ്. ഇത് വലിയതോതിൽ ഈ മേഖലയിലുള്ള സംഘർഷങ്ങൾ കൂടാൻ കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിൽ ഹോർമുസ് കടലിടുക്കിൽ പ്രത്യേക പ്രോട്ടോകോളോടുകൂടി കപ്പലുകൾ കടത്തിവിടും എന്നുള്ള ഇറാന്റെ നിർദ്ദേശത്തിനെതിരെ ട്രംപ് രംഗത്ത് വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ലെബനുമായി ചർച്ചകൾ നടത്താൻ ഇസ്രായേൽ സന്നദ്ധമാണെങ്കിലും ലെബനനിൽ വ്യാപകാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് തുടരുകയാണ്. മാത്രമല്ല, കുവൈറ്റ് കേന്ദ്രീകരിച്ച് ഇറാന്റെ ആക്രമണവും അനസ്യൂതം തുടരുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ്. ഹോർമുസിൽ കാര്യങ്ങളൊട്ടും ശുഭകരമല്ല. ഹോർമുസിൽ കടലിനിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബോംബുകളെ കുറിച്ച് പോലുമുള്ള മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഇനി എന്താണ് എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. തലക്കെട്ടുകൾ നോക്കാം. വീണ്ടും പ്രകോപനവുമായി മുസ്തഫ ഖമനേയി. അയത്തുള്ള അലി ഖൊമൈനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യും. ഓരോ തുള്ളി ചോരയ്ക്കും നഷ്ടപരിഹാരം ചോദിക്കും. രാജ്യത്തെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്നും മുസ്തഫ. വെടിനിർത്തലിനിടയിലും കുവൈറ്റിൽ ഇറാൻ ആക്രമണം. നാഷണൽ ഗാർഡ് സൈറ്റിലെ ഡ്രോൺ ആക്രമണത്തിൽ വൻ നാശം. കെട്ടിടങ്ങൾക്കും സൈനിക സാമഗ്രികൾക്കും കേടുപാടുകൾ. ആർക്കും ജീവഹാനിയില്ലെന്നും കുവൈറ്റ്. ഹോർമുസ് കടലിടുക്കിലെ ബോംബ് ഗണി ഓർമ്മിപ്പിച്ച് ഇറാൻ. യുദ്ധകാലത്ത് വെച്ച ബോംബുകൾ നിലവിലുണ്ടെന്ന് റവല്യൂഷണറി ഗാർഡ്. കപ്പലുകൾ കടത്തിവിടാൻ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചു. കടലിടുക്കിലൂടെ പ്രതിദിനം 15 കപ്പലുകൾ മാത്രം കടത്തിവിടാം. ഓരോ എണ്ണ ടാങ്കറിനും 16.5 കോടി രൂപയുടെ സുരക്ഷാ ടോൾ. ലെബനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ച് ഇസ്രായേൽ. സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക ലക്ഷ്യം. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ലെബനെതിരായ ആക്രമണം ശക്തം. ഹിസ്ബുള്ള നേതാവ് നയിം ഖാസിമിന്റെ അനന്തരവനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ. പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനവുമായി ഇസ്രായേൽ. ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യത്തെ വിശ്വാസമില്ലെന്ന് ഇസ്രായേൽ. ചർച്ചകളിൽ പാകിസ്ഥാൻ ഇടനിലക്കാർ മാത്രം. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് റിപ്പോർട്ടുകൾ. മാർപ്പാപ്പയെ ഭീഷണിപ്പെടുത്തി US. അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി ലിയോ 14. കത്തോലിക്ക സഭ അമേരിക്കയുടെ താൽപര്യങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് കർശന മുന്നറിയിപ്പ്. അമേരിക്കയും വത്തിക്കാനും തമ്മിലുള്ള ബന്ധം നയതന്ത്ര പ്രതിസന്ധിയിലേക്ക്. യുദ്ധത്തിനെതിരായ മാർപ്പാപ്പയുടെ പ്രസംഗം അമേരിക്കൻ ഭരണകൂടത്തോടുള്ള വെല്ലുവിളിയാണെന്ന് പെന്റഗൺ. നിതീഷ് കുമാർ ഏപ്രിൽ 14 ബീഹാർ മുഖ്യമന്ത്രി പദം രാജിവെക്കും. ഇന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരി മുഖ്യമന്ത്രിയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കാത്തു കേരളം. കാത്തിരിപ്പ് മെയ് 4 വരെ. പോളിംഗ് ശതമാനം 78.27 രേഖപ്പെടുത്തിയത്. 1987 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ്. കൂടുതൽ പേർ വോട്ട് ചെയ്ത് കോഴിക്കോട്ടും പാലക്കാടും. കുറവ് പത്തനംതിട്ടയിൽ. ഉയർന്ന പോളിംഗ് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിൽ സ്ഥാനാർത്ഥികൾ. തുടർ ഭരണ പ്രതീക്ഷ കൈവിടാതെ LDF. വിലയിരുത്തലിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റന്നാൾ. 100 സീറ്റ് എന്ന ഉറപ്പിൽ UDF. 3 മുതൽ 5 സീറ്റ് വരെ നേടി നിർണായക ശക്തിയാകുമെന്ന പ്രതീക്ഷയിൽ NDA. വോട്ടെടുപ്പിന് പിന്നാലെ കണ്ണൂരിൽ വ്യാപക അക്രമം. 3 UDF ബൂത്ത് ഏജന്റുമാർക്ക് പരിക്ക്. മട്ടന്നൂരിൽ കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർത്തു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ പുതുക്കിയ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ. നിരക്കുയർത്തിയത് പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന്. ഉയർന്ന നിരക്കുകൾ യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കുമുള്ള യാത്രകൾക്ക്. പശ്ചിമേഷ്യൻ സംഘർഷം വെടിനിർത്തലിലേക്ക് മാറി എന്നുള്ള ആശ്വാസത്തിനിടെ ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയായി, അല്ലെങ്കിൽ അവർക്ക് ആശങ്കയായി മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുകയാണ്. പ്രതികാരം ചെയ്യും. ഓരോ തുള്ളി ചോരയ്ക്കും നഷ്ടപരിഹാരം ചോദിക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ മുസ്തഫ ഖമനേയുടെ പ്രസ്താവനയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്നും ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ മുസ്തഫ മുന്നറിയിപ്പ് നൽകി.
സംഘർഷങ്ങളിൽ ഞങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം തേടുമെന്നാണ് മൊജ്തബ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ നയതന്ത്രത്തിലെ നിർണായകമായ ഒരു പുതിയ അധ്യായമാണെന്നും പറയുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും രക്തസാക്ഷികൾക്കുമായി ഓരോ തുള്ളി ചോരയ്ക്കും പകരമായി നഷ്ടപരിഹാരം ഈടാക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതായത് മുൻ പരമോന്നതമായ ഒപ്പം തൻ്റെ പിതാവ് കൂടിയായ അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്നാണ് മൊജ്തബയുടെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ്. രാജ്യം യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും മൊജ്തബ പറയുമ്പോൾ മൊജ്തബയുടെ ഈ പുതിയ പ്രസ്താവനയെ അമേരിക്കയും ഇസ്രായേലും എങ്ങനെ കാണുമെന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. അജയ് സുധ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ നമുക്കറിയാം മൊജ്തബ എവിടെ എന്നതിനെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. ഏറ്റവും അധികം നമുക്ക് മനസ്സിലാക്കേണ്ട റഷ്യയിൽ ചികിത്സയിലാണ് എന്നാണ്. മൊജ്തബ മാധ്യമങ്ങൾക്ക് മുന്നിൽ വീഡിയോ ദൃശ്യങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷേ പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട്. ഈ പ്രസ്താവനകൾ മൊജ്തബ തന്നെ തയ്യാറാക്കുന്നതാണോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷെ അപ്പോഴും ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട് ഈ വെടിനിർത്തലിന് ശേഷവുമാണ് വളരെ വ്യക്തമായി മൊജ്തബ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും ഏറ്റവും കടുത്ത രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഇറാനിയൻ നേതാക്കളിൽ ഒരാളാണ് അവരുടെ ഇപ്പോഴത്തെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയി. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ആണെങ്കിലും പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ ആണെങ്കിലും പിന്നീട് തങ്ങളുടെ നിലപാടുകളെല്ലാം ഒന്ന് മയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയോടുള്ള നിലപാട്. അമേരിക്ക ഒരു ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നതിന് പിന്നാലെ അവർ അമേരിക്കയോടുള്ള നിലപാട് പിന്നീടൊന്ന് മയപ്പെടുത്തിയിരുന്നു. പകരം ഇപ്പോഴും നിലവിൽ ലെബനോട്, അതായത് ഇറാന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ലെബനോട് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നതിന് ഇസ്രായേലിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയായിരുന്നു അത്തരം നേതാക്കളെല്ലാം ചെയ്തിരുന്നത്. എന്നാൽ മുജ്തബ ഖമനേയി നേരിട്ട് അമേരിക്കയെ ആക്രമിക്കുന്ന ഒരു നിലപാടാണ് ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചിരുന്നത്. ഈ യുദ്ധം വെടിനിർത്തലിലേക്ക് വന്ന ആ സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ മുജ്തബ ഖമനേയി പറഞ്ഞത് ഒന്നും അവസാനിച്ചിട്ടില്ല, അതായത് യുദ്ധം അവസാനിച്ചിട്ടില്ല, തങ്ങളുടെ കരങ്ങൾ ഇപ്പോഴും കാഞ്ചിയിൽ തന്നെ ഉണ്ട് എന്നതാണ്. ഇതിലൂടെ ശത്രുക്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കാനും മുജ്തബ ഖമനേയി ശ്രമിച്ചു. അതായത് ഈ നമുക്കറിയാം ഇസ്രായേൽ ലബനിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നു. ഹോർമുസിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകുന്നില്ല. അമേരിക്ക ഏകപക്ഷീയമായി ചില ധാരണകളിലേക്ക് എത്തുന്നു. അത് ഇറാന് സമ്മതമാകുന്ന പല കാര്യങ്ങളുമില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ചർച്ച ചെയ്തതുപോലെ അല്ലല്ലോ അജയ്. അതായത് പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുമ്പോൾ നമുക്ക് ട്രംപിൻ്റെയൊക്കെ സ്വഭാവം അറിയാം. എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധം പുനരാരംഭിച്ചേക്കാം. അതിനുള്ള കോപ്പുകൂട്ടൽ കൂടി ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ ഉണ്ടാകുന്നു എന്ന് കരുതേണ്ടേ? തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്കയും അതുപോലെ ഇറാനും നേരിട്ടുള്ള ആക്രമണങ്ങൾക്കൊന്നും മുതിർന്നിട്ടില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. അതായത് മുൻപത്തേതുപോലെ ഒരു നേരിട്ടുള്ള യുദ്ധം, അതുപോലെ വലിയ മിസൈൽ പ്രവാഹം, അതൊക്കെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒന്ന് ഒഴിവായിരിക്കുകയാണ്. മാത്രമല്ല ചർച്ചകൾ നടക്കുന്നു എന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ചർച്ചകൾക്കായി ഇതിനോടകം തന്നെ ലാൻഡ് ചെയ്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അമേരിക്കൻ പ്രതിനിധികൾ പുറപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസം JD വാൻസ് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇസ്ലാമാബാദിൽ നാളെ തന്നെ ചർച്ചകൾ നടക്കും എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്നാൽ ഇരുപക്ഷത്തുമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ, അതുപോലെ ഇസ്രായേലിന്റെ ലെബനിലേക്കുള്ള ആക്രമണം, ഈ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയത്തിൽ ഇറാൻ പൂർണ്ണമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത്, ഇതെല്ലാം ഈ ചർച്ചകൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധിയാണ്. കഴിഞ്ഞ തവണ അമേരിക്കയും ഇറാനും തമ്മിൽ പല വട്ട ചർച്ചകൾ, ഏതാണ്ട് 3 ഘട്ട ചർച്ചകൾ പുരോഗമിച്ചതാണ്. എന്നാൽ അതെല്ലാം പിന്നീട് തെറ്റിപ്പിരിഞ്ഞ് എങ്ങനെയാണ് ഈ പോരാട്ടത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഈ സംഘർഷം ലഘൂകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സമവായത്തിലേക്ക് എത്തുമോ എന്നത് പലരും ആശങ്കയോടെ കാണുന്നു. പ്രത്യേകിച്ച് മുജ്തബ ഖമനേയി ഓരോ തുള്ളിച്ചുവരയ്ക്കും പകരം വീട്ടും എന്ന് അദ്ദേഹത്തിൻ്റെ ഈ കടുത്ത ഭാഷയിലുള്ള പ്രസ്താവന, അതുപോലെ ഓരോ നഷ്ടത്തിനും നഷ്ടപരിഹാരം ചോദിക്കും എന്നുള്ള രൂക്ഷമായിട്ടുള്ള വാക്കുകൾ, ഇതെല്ലാം അമേരിക്ക എങ്ങനെയായിരിക്കും ഇതിനോടെല്ലാം പ്രതികരിക്കുക എന്നത് തീർച്ചയായിട്ടും നമ്മൾ നോക്കി കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് യാതൊരു പ്രകോപനമൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങോട്ട് ചെന്ന് പ്രകോപിപ്പിക്കുന്നതാണ് ട്രംപിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത്തരം വാക്കുകൾക്ക് അമേരിക്കയുടെ റെസ്പോൺസ് എന്താകുമെന്നതും തീർച്ചയായിട്ടും ഒരു ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്.
അതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും മുസ്തഫ ഖമനേയി വിടാനുള്ള യാതൊരു സാധ്യതയുമില്ല. മുസ്തഫ കൂടുതൽ പ്രസ്താവനകളോടെ അദ്ദേഹത്തിൻ്റെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് രംഗത്ത് വരികയാണ്. നമുക്കറിയാം മുസ്തഫയൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അപ്പോൾ മുസ്തഫയെ തീർക്കാനുള്ള കോപ്പ് കൂട്ടിയിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും. അത്തരത്തിലുള്ള ചില ആക്രമണങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. ഗുരുതര പരിക്കേറ്റ മുസ്തഫ റഷ്യയിൽ ചികിത്സയിലാണ് എന്ന് പറയുമ്പോഴാണ് ഇത്തരം ചില പ്രസ്താവനകൾ കൂടി ഉണ്ടാകുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇതിനിടയിലും ഈ വെടിനിർത്തലിടയിലും കുവൈറ്റിൽ വീണ്ടും ഇറാന്റെ ആക്രമണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. നാഷണൽ ഗാർഡ് സൈറ്റിലെ ഡ്രോൺ ആക്രമണത്തിൽ നാശമുണ്ടായെന്ന് ഇസ്രായേലിന്റെ കുവൈറ്റിന്റെ വക്താവ് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടുത്തെ നാഷണൽ ഗാർഡ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ ജദാൻ ഫാദൽ പറയുന്നത് ഒരു ശത്രു ഡ്രോൺ തങ്ങളുടെ കേന്ദ്രത്തിലേക്ക് ലക്ഷ്യമിട്ടെത്തി. കെട്ടിടങ്ങൾക്കും സൈനിക സാമഗ്രികൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണ സമയത്ത് സൈനികർ സുരക്ഷിതരായിരുന്നു. അതിനാൽ ആർക്കും പരിക്കില്ല. പക്ഷേ വലിയ സ്ഫോടനം സംഭവിച്ചു. ആൾനാശമുണ്ടായിട്ടില്ല. എമർജൻസി ടീമുകൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. രാജ്യത്തിന്റെ സുപ്രധാന താൽപ്പര്യങ്ങൾ സംരക്ഷിക്കും. അതാരായാലും അവരെ അത്തരത്തിൽ ആക്രമിക്കുമെന്നും കുവൈറ്റ് പറയുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണല്ലോ അജയ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം അത് തുടരുകയാണ് ഇറാന്. ഇത് ചില്ലറയൊന്നും ആയിരിക്കില്ല അമേരിക്കയെ മറ്റും പ്രകോപിപ്പിക്കുന്നത്. അതായത് കരാറുകളിൽ ഏർപ്പെടുന്നു, 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു, ഇനി ആക്രമണം ഉണ്ടാകില്ല, വെടിനിർത്തൽ എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ആരെ വിഡ്ഢിയാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായിട്ടും ഇപ്പോൾ നാളെ ചർച്ചകൾ തുടങ്ങാനിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ മാറ്റമൊന്നും ഉണ്ടായതായിട്ട് നിലവിൽ ആരും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ചർച്ചകൾ തുടങ്ങുന്നതിനിടെ അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് നിലവിലെ ഈ ആക്രമണം വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കുവൈറ്റിലുള്ള നാഷണൽ ഗാർഡ് സൈറ്റ്, അതും അതീവ സുരക്ഷിതമായിട്ടുള്ള ഒരു മേഖലയാണ്. ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാത്തിനെയും വെട്ടിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഡ്രോൺ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു ആക്രമണം ഉണ്ടായതായിട്ട് കുവൈറ്റ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുവൈറ്റിന്റെ നാഷണൽ ഗാർഡ് വക്താവ് ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞതൊരു ശത്രു ഡ്രോൺ തങ്ങളുടെ ഈ നാഷണൽ ഗാർഡ് സൈറ്റിൽ പതിച്ചു, കെട്ടിടങ്ങൾക്കും അതുപോലെ മറ്റ് ഉപകരണങ്ങൾക്കും ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ്. എന്നാൽ മറ്റ് സൈനികർക്കാണെങ്കിലും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടില്ല, ആർക്കും ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് തീർച്ചയായിട്ടും ഒരു ആശ്വാസമുണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷവും ഇത്തരം ആക്രമണങ്ങൾ ഗൾഫ് നാടുകളിലേക്ക് എന്തുകൊണ്ടുണ്ടാകും എന്നുള്ള ഒരു കാര്യം, അത് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇറാൻ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഇസ്രായേലിന്റെ നിലപാടിനോട് ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇറാൻ പലതവണ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാലും ഇത്തരത്തിൽ ഗൾഫ് നാടുകളിലേക്ക് വീണ്ടും ആക്രമണം നടത്തുന്നതായിട്ടുള്ള സൂചനകൾ അവർ നൽകിയിരുന്നില്ല. ചിലപ്പോൾ പലതരം, അതായത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഇറാനുള്ളിൽ നിരവധി സേനാ വിഭാഗങ്ങളുണ്ട്. IRGC അവരുടെ ഔദ്യോഗിക സേനാ വിഭാഗമാണെങ്കിലും ഇറാന് വേണ്ടി പശ്ചിമേഷ്യയിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന നിരവധി സായുധ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ള പോലെയുള്ള പ്രമുഖ ഗ്രൂപ്പുകൾ അല്ലെങ്കിലും ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഫോഴ്സ് പോലെയുള്ള ചെറിയ പല ഗ്രൂപ്പുകളുമുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണമാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി ഇതിൻ്റെ മറ്റ് വിലയിരുത്തലുകൾ ഉൾപ്പെടെ വരാനുണ്ട്. മാത്രമല്ല ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. ഏതായാലും കുവൈറ്റിലടക്കം ആക്രമണം നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബഹ്റിനും ഇക്കാര്യത്തിലൊക്കെ ആശങ്ക പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന നിലയിൽ നിന്ന് ഇറാൻ ഒട്ടും പിന്നോട്ട് പോകുന്നില്ല. പക്ഷേ ചെറിയൊരു കുറവുണ്ട്. സൗദിയിലൊക്കെ ഇന്നലെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ബഹ്റിനിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. കുവൈറ്റിലും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം. അവിടെയാണ് സമാധാന ശ്രമങ്ങൾ എത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളത് ചർച്ചയാകുന്നത്. മറ്റൊന്ന്, ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാനെ വളഞ്ഞു നിൽക്കുന്ന US യുദ്ധക്കപ്പലുകളും സേനാവ്യൂഹവും അവിടെ തന്നെ തുടരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെ ഹോർമുസിലെ ബോംബ് ഗണിയാണ് ഇപ്പോൾ ഇറാൻ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഹോർമുസിൽ സംയുക്ത സേനയുടെ അകമ്പടിയോടെ കപ്പൽ ഗതാഗതം സാധ്യമാക്കാനുള്ള ആലോചന ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്നതിനിടയിലാണ് പാശ്ചാത്യ ശക്തികളെ സമ്മർദ്ദത്തിലാക്കി ഹോർമുസിലെ യുദ്ധകാലത്തെ സാഹചര്യത്തെക്കുറിച്ച് ഇറാൻ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അവരുടെ പ്രധാനപ്പെട്ട സേനാ വിഭാഗം, ഈ കപ്പലുകൾ കടത്തിവിടാതിരിക്കാനായി, അവർക്ക് മുന്നറിയിപ്പ് നൽകാനായി, ഇറാന്റെ അനുമതിയില്ലാതെ കപ്പലുകൾ കടന്നാൽ അവയെ നശിപ്പിക്കാനായി ബോംബുകൾ സ്ഥാപിച്ചു എന്നുള്ള വിവരം അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ഇറാൻ വൻകരയോട് ചേർന്നുള്ള കടൽ മേഖലയിൽ കപ്പലുകൾ സാധാരണ പോകാറുള്ള പാതയിലാണ് ഫെബ്രുവരി 28 ശേഷം, അതായത് യുദ്ധം ആരംഭിച്ച ശേഷം ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ബോംബുകൾ വെച്ചത്.
അതിപ്പോഴും അവിടെ തുടരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇറാൻ. അതെന്തിൻ്റെ സാഹചര്യമാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇത്രയധികം ഭീഷണി ഉണ്ടാക്കുന്ന മറ്റൊരു സംഗതിയുമില്ല. ഇറാൻ അനുമതി നൽകിയാൽ മാത്രമേ ആ മേഖലയിലൂടെ കപ്പലുകൾ കടക്കാൻ സാധിക്കൂ എന്നുള്ള മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ ബോംബുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇറാന്റെ പക്കൽ ഇനിയും ഇത്തരം ആയുധങ്ങൾ നിരവധി അവശേഷിക്കുന്നുണ്ട്, ലോകരാജ്യങ്ങളെ പേടിപ്പിക്കാൻ, അമേരിക്കയെ പേടിപ്പിക്കാൻ, ഇസ്രായേലിനെ പേടിപ്പിക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അജയ്, ഈ ബോംബുകളെ സംബന്ധിച്ച് നമ്മൾ അന്ന് പറഞ്ഞതാണ്, ആ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അവിടെ തുടരുന്നു എന്ന് പറയുമ്പോൾ ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം ഉടനെ ഒന്നും സുഗമമാകില്ല എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടിയാണല്ലോ. ഇപ്പോൾ നിലവിൽ IRGC വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായി അടച്ചിട്ടില്ല, എന്നാൽ മേഖലയിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നതാണ്. ഇതിപ്പോൾ ഹോർമുസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാന് ആദ്യം തന്നെ ലഭിച്ചിരുന്ന ഒരു ട്രംപ് കാർഡാണ് ഹോർമുസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ലോകത്തിലുള്ള കപ്പൽ ഗതാഗതത്തിന്റെ വലിയൊരു ഭൂരിപക്ഷവും നടക്കുന്നത് ഇതുവഴിയാണ്. ഗൾഫ് നാടുകളിലേക്കുള്ള ചരക്ക് നീക്കവും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിൽ നിന്ന് മറ്റ് ലോകരാജ്യങ്ങളിലേക്കുള്ള ഈ എണ്ണയുടെ വിതരണം എല്ലാം പ്രധാനമായിട്ടും നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അപ്പോൾ ഇതിനെ അടച്ചുകൊണ്ടുള്ള ഇറാന്റെ ഒരു നീക്കം അത് തീർച്ചയായിട്ടും അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഇപ്പോൾ അവിടെ ഈ ഫെബ്രുവരി 28 ശേഷം വിന്യസിച്ചിട്ടുള്ള ചില ബോംബുകൾ നമ്മൾ വ്യക്തമായി പറയുകയാണെങ്കിൽ സീ മൈനുകൾ, ഈ കപ്പലുകൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണോ ഒരു ലാൻഡ് മൈൻ പ്രവർത്തിക്കുന്നത് അതുപോലെ ഈ സീ മൈൻ പ്രവർത്തിച്ചുകൊണ്ട് ഈ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സഹായകരമാകും. അപ്പോൾ ചിലപ്പോൾ ഈ കപ്പലിനെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ലായിരിക്കും, എങ്കിലും നല്ല രീതിയിലുള്ള കേടുപാടുകൾ ഈ കപ്പലിന് ഈ സീ മൈനുകൾ കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സീ മൈനുകൾ ഇപ്പോഴും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് IRGC നൽകുന്നത്. പ്രത്യേകിച്ച് ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു പരാമർശമുണ്ടായിരുന്നു, അതായത് US-ന്റെ യുദ്ധക്കപ്പലുകളെ ആണെങ്കിലും സൈനികരെ ആണെങ്കിലും ഉടൻ മേഖലയിൽ നിന്ന് തിരിച്ച് പിൻവലിക്കുന്നില്ല, ഈ ചർച്ചകളിലൂടെ ഒരു സമവായം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവരെ ഇവിടെ നിന്ന് പിൻവലിക്കൂ എന്നതാണ് ട്രംപിന്റെ ഒരു നിലപാട്. അതിന് പിന്നാലെയാണ് IRGC വീണ്ടും തങ്ങളുടെ സീ മൈനുകളെ പറ്റി ഓർമ്മിപ്പിച്ചത്. ഈ സീ മൈനുകളിൽ പെടാതെ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ IRGC നിർദ്ദേശിക്കുന്നത് അവരുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവർ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മാത്രമേ കപ്പലുകൾ ഗതാഗതം നടത്താവൂ എന്നതാണ്. അവർ പ്രധാനമായിട്ട് പറയുന്നത് ഇറാന്റെ തെക്കൻ ഭാഗത്ത് ഇറാനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ലറാഖ് ദ്വീപിന്റെ വടക്ക് ഭാഗത്തു കൂടി കടന്ന് പിന്നീട് ഗൾഫ് മേഖലയിലേക്ക് കടക്കണമെന്നതാണ് കപ്പലുകൾക്ക് അവർ നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ സീ മൈനുകളിൽ പെടാൻ സാധ്യതയുണ്ട്, കപ്പലുകൾക്ക് നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യണമെന്നതാണ് ഇവർ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. അപ്പോൾ ഇത് കാരണം തന്നെ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് പഴയതുപോലെ സുഗമമായി നടക്കുന്നില്ല എന്ന് ചില പ്രോട്ടോക്കോളുകളും ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. വലിയ വെല്ലുവിളികൾ ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം നേരിടുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലിനുള്ള പ്രധാനപ്പെട്ട ഒരു കരാർ വ്യവസ്ഥയായി അമേരിക്ക കണ്ടത് ഹോർമുസ് തുറക്കുക എന്നുള്ളതായിരുന്നു. ഹോർമുസ് തുറക്കാത്തതിനെ തുടർന്ന് ലോകരാജ്യങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധി ചില്ലറയല്ല. ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഉപാധികളിൽ ഒന്ന് പ്രതിദിനം 15 കപ്പലുകളെ മാത്രമേ ഹോർമുസിലൂടെ കടന്നു പോകാൻ അനുവദിക്കൂ എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹോർമുസ് കടൽ നിയന്ത്രണത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് തങ്ങൾ കടക്കുകയാണ് എന്ന് ഇറാൻ പറയുന്ന പശ്ചാത്തലമുണ്ട്. ഓരോ കപ്പലിലും കടക്കുന്നതിന് മുൻപ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അനുമതി അത്യാവശ്യമാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനമായി ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം സാമ്പത്തികമായ ചില നിബന്ധനകൾ കൂടി ഇറാൻ വെക്കുന്നുണ്ട് എന്നത് ഏറ്റവും നിർണായകമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങളുടെ ആസ്തികൾ, അതായത് വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിക്കപ്പെട്ട തങ്ങളുടെ ആസ്തികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ വിട്ടു നൽകണം എന്ന ആവശ്യം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതൊരു പുതിയ നിബന്ധനയാണ്. മറ്റൊന്ന്, യുദ്ധം അവസാനിച്ചു എന്നത് അനുസരിച്ച് ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ പാസ്സാക്കണം എന്നുള്ളതും ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയായി മുന്നോട്ട് വെക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രത്യേകം യോഗം ചേരണമെന്നും ഈ പ്രമേയം പാസ്സാക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. അങ്ങനെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അതിതീവ്രതയോടുകൂടി തന്നെ ഇറാൻ രംഗത്ത് വരുന്നത് ചെറിയ സാഹചര്യമല്ല സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളൊക്കെ പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും ഇത്തരം ഇറാന്റെ ഉപാധികൾ വളരെ പ്രധാനമാണ്. അജയ്,
തീർച്ചയായിട്ടും ഇറാൻ ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ഈ ഹോർമുസിന്റെ കാര്യത്തിൽ പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് നിലവിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ കപ്പലുകൾക്ക് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ തീരുമാനമാണെങ്കിലും അതുപോലെ കപ്പലുകളിൽ ടോൾ പിരിക്കാനുള്ള തീരുമാനമാണെങ്കിലും അതെല്ലാം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങളാണ്. ഈ മേഖലയിലൂടെ മുൻപ് കടന്നുപോയിക്കൊണ്ടിരുന്ന കപ്പലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു പ്രതിദിനം 130 കപ്പലുകൾ വെച്ചിട്ടാണ്. എന്നാൽ ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത് 15 കപ്പൽ. അപ്പോൾ ഇതിൽ നിന്നുള്ള വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ പല മടങ്ങ് കുറവായിട്ടാണ് ഇപ്പോൾ കപ്പലുകൾ ഹോർമുസ് വഴി കടന്നു പോകുന്നത്. ഇത് ചില്ലറയൊന്നുമല്ല പല ലോകരാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെ അടക്കം പ്രതിസന്ധിയിലാക്കുന്നത്. ഈ മേഖലയിലൂടെ ഈ ടോൾ പിരിവ് അതും ഇറാൻ നടത്തുന്നത് ഒരു ചെറിയ തുകയല്ല. ഒരു $20 ലക്ഷം വില വരുന്ന ഒരു തുകയാണ് ഇറാൻ കപ്പലുകളിൽ നിന്ന് പിരിക്കുന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇറാൻ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഒരു സമ്മർദ്ദ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് ഇപ്പോഴും മേഖലയിലെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇത്തരത്തിൽ ഈ ചർച്ചകൾ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ വേണമെങ്കിൽ പൂർണ്ണമായിട്ടും ഈ കപ്പലുകളെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു സമ്മർദ്ദ നീക്കത്തിലേക്ക് പോകാൻ തങ്ങൾക്ക് ആകും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ എല്ലാം നൽകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അമേരിക്കയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അമേരിക്കയും ശക്തമായിട്ടുള്ള മറുപടികളാണ് ഇതിന് തിരിച്ചു നൽകുന്നത്. ട്രംപ് ഇപ്പോൾ കുറച്ചു മുൻപേ ഒരു ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ ടോൾ പിരിക്കാനുള്ള ഇറാന്റെ നിലപാട് അത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഉടൻ തന്നെ ഇറാൻ നിർത്തണം എന്നതെല്ലാമാണ് ട്രംപ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശക്തമായിട്ടുള്ള പ്രതികരണം ഈ ടോൾ പിരിക്കുന്നതിനെതിരെ വരുന്നു. ഇറാൻ എന്നാൽ ഇപ്പോഴും ഇത്തരത്തിൽ ഈ ടോൾ പിരിക്കുന്ന ആ നടപടികൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനുള്ളിൽ സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലയിലാണ് ഇറാൻ ഈ പണം വിനിയോഗിക്കുന്നതെന്നാണ് നിലവിലുള്ള വിവരം. തീർച്ചയായും അതിനകത്ത് മറ്റൊരു കണക്കുകൂടി പുറത്തു വരുന്നുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ കേന്ദ്രമായ ഹോർമുസിലൂടെ കപ്പലുകൾ ഇനി കടന്നു പോകണമെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ടോൾ പിരിവ്, അതായത് ഓരോ എണ്ണ ടാങ്കറിനും $20 ലക്ഷം, ഏകദേശം 16.5 കോടി രൂപ. എത്ര വലിയ തുകയാണ് എന്ന് ആലോചിച്ച് നോക്കണം. അത് ഇറാൻ നൽകണം. സുരക്ഷാ ടോൾ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ ഇതിന് പേരിട്ട് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ചൈനീസ് കറൻസിയായ യുവാൻ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികളോ വഴി പണം സ്വീകരിക്കൂ എന്നാണ് ഇറാന്റെ കർശന നിലപാട്. ഇത് ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കായി മാറുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അജയ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ടോൾ പിരിവിനെ ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് തള്ളിപ്പറയുന്നുവെങ്കിൽ പോലും കൂട്ടു സംരംഭം എന്ന വാക്ക് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ഇറാന്റെ ഈ നീക്കത്തെ എതിർക്കുന്നതിന് പകരം ആദ്യഘട്ടത്തിൽ ഹോർമുസ് സുരക്ഷിതമാക്കാൻ അമേരിക്കയും ഇറാനും ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമായി ഇതിനെ കാണണം എന്ന വിഡ്ഢിത്തം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എല്ലാ പ്രസ്താവനകളും തിരുത്തുന്ന പോലെ ട്രംപ് വീണ്ടും ആ പ്രസ്താവന തിരുത്തി ടോൾ പിരിവിനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. ഇത് ചില ഇന്ത്യൻ ഭരണാധികാരികൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യം ഒരു അഭിപ്രായം പറയും, അതിനുശേഷം അത് മാറ്റി പറയും. അത് വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കുന്നത് വൈകിയായിരിക്കും. സമാനമായി തന്നെ ലോക നേതാവെന്നൊക്കെ അഹങ്കരിക്കുന്ന ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ABC ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ ഇതൊരു കൂട്ടു സംരംഭമാണ്, അവിടെ നിന്നും പണം വാരാമെന്നുള്ള സ്വപ്നമൊക്കെ ആയിരുന്നു ട്രംപിന്. പക്ഷേ ഇപ്പോൾ ഇറാൻ ഏകപക്ഷീയമായ നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി ഇറാനെ വീണ്ടും വിമർശിക്കുകയാണ് ട്രംപ്. സൗദി അറേബ്യയും UAEയും തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ വലിയ ആശങ്കയിലായിരുന്നു ഈ ട്രംപിൻ്റെ പ്രസ്താവന കൂടി വന്നപ്പോൾ. തങ്ങളുടെ എണ്ണ കയറ്റുമതിയുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ട്രംപിൻ്റെയൊക്കെ പ്രസ്താവന പോകുന്നത്. ഇതൊരു വഞ്ചനയായി പോലും ആ രാജ്യങ്ങൾ കാണുന്നതിനിടയിലാണ്, അവരുടെയൊക്കെ സമ്മർദ്ദ ഫലമായാണ് ഇപ്പോൾ വീണ്ടും ട്രംപ് തൻ്റെ പ്രസ്താവനയിൽ നിന്ന് പുറകോട്ട് പോകാൻ കാരണമാവുകയും ഒടുവിൽ ഈ ടോൾ പിരിക്കുന്നത് വലിയ തോതിൽ തെറ്റാണ് എന്നും അത് വെച്ചുപൊറിപ്പിക്കില്ല എന്നും ട്രംപ് പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. അജയ് തുടരുക. അജയിലേക്ക് വളരെ പെട്ടെന്ന് വരാം. മറ്റു പല വാർത്തകളുടെയും വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തേടാനുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം. വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനവുമായി ട്രംപ് അല്പം മുമ്പ് രംഗത്ത് വരികയാണ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പുതിയ ഇറാനുമായി ബന്ധപ്പെട്ട കുറ്റപ്പെടുത്തൽ വരുന്നത്. ചിലർ ഇതിനെ അന്തസ്സില്ലാത്ത നടപടി എന്ന് പോലും വിശേഷിപ്പിച്ചേക്കാമെന്നും US-ഉം ഇറാനും തമ്മിലുള്ള കരാർ ഇങ്ങനെയല്ല എന്നും ട്രംപ് പറയുകയാണ്. ടോൾ പിരിവിനെതിരെയും ട്രംപിന്റെ വിമർശനമുണ്ടായ കാര്യം അജയ് പറഞ്ഞിരുന്നു. ഒപ്പം ഇറാന്റെ ഹോർമുസിലെ നിലപാടിനെതിരെ
അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ട്രംപ്. ചില തിരിച്ചറിവുകളൊക്കെ ട്രംപിന് സംഭവിക്കുന്നു എന്നുള്ളതാണ് നിർണായകം. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗൾഫ് രാജ്യങ്ങളുടെ അടക്കം വലിയ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിനുണ്ട്. യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തിയത് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാൻ്റെ ആക്രമണമായിരുന്നു, ഹോർമുസ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ അവിടെ പുതിയ ചില നിലപാടുകൾ, നേരത്തെ പറഞ്ഞ പോലെ ടോൾ പിരിക്കാൻ പോകുന്നു, അവരുടെ സേനയുടെ പിന്തുണ വേണമെന്ന് പറയുന്നു, ഒരു ദിവസം 15 കപ്പലുകൾ മാത്രം കടത്തിവിടാമെന്ന് നിബന്ധന വെക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വളരെ തെറ്റാണ് എന്നാണ് ട്രംപ് പറയുന്നത്. ഇതിപ്പോൾ അജയ്, ട്രംപിൻ്റെ പുതിയ പ്രസ്താവനകൾ വരികയാണ്, അത് ഇറാനെതിരെയാണ്. എന്ത് മനസ്സിലാക്കണം? ട്രംപ് ഇപ്പോൾ നിലവിൽ 2 പോസ്റ്റുകളാണ് ഇട്ടിട്ടുള്ളത് ട്രൂ സോഷ്യൽ. ആദ്യം വന്നിട്ടുള്ള പോസ്റ്റിലാണ് ഈ ഹോർമുസ് കടലിടുക്ക് വഴി ടോൾ പിരിക്കുന്നതിനെതിരെ ട്രംപ് നിലപാടെടുത്തിട്ടുള്ളത്. 2 പോസ്റ്റുകളാണെങ്കിലും അതിൽ 2 വരികളിലൂടെയുള്ള വിശദീകരണം മാത്രമേ ട്രംപ് നൽകിയിട്ടുള്ളൂ. മുൻപ് ഇറാന് എതിരെ അദ്ദേഹം ഇട്ടിട്ടുള്ള പോലെയുള്ള നെടുനീളൻ പോസ്റ്റുകളൊന്നും ഇപ്പോൾ കാണാനില്ല. ചിലപ്പോൾ ഈ സമാധാന ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ എന്ന് കരുതിയിട്ടാകും നിലവിൽ അദ്ദേഹം ഇട്ടിട്ടുള്ള ഈ പോസ്റ്റുകളിൽ ഒന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഈ ടോൾ പിരിക്കുന്നതിനെതിരെ, രണ്ടാമത് അദ്ദേഹം നടത്തുന്നത് അതിൽ കൃത്യമായിട്ട് എന്ത് കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നില്ല. അദ്ദേഹം എന്നാലും അതിൽ പറയുന്നത് ഇറാൻ ഹോർമുസിൽ കപ്പലുകളെ കൈകാര്യം ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ല, ഇത് തീർച്ചയായിട്ടും അത് ഒരു പ്രതിഷേധാർഹമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ട്രംപ് രണ്ടാമത്തെ പോസ്റ്റ് ഇടുന്നത്. എന്തായാലും ഇത്തരം നടപടികൾ ഇറാൻ നിർത്തിവെക്കണം എന്നുള്ള രീതിയിലാണ് ട്രംപ് ഈ 2 പോസ്റ്റും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ടോൾ പിരിവിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണം, അതായത് 15 കപ്പലുകളെ മാത്രമേ കടത്തിവിടൂ എന്നുള്ള നിലപാട്, ഇത് രണ്ടും ആയിരിക്കാം ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മറ്റ് ഗൾഫ് നാടുകളാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഇക്കാര്യത്തിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം JD വാൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം വന്നിരുന്നു. ഇപ്പോൾ JD വാൻസ് ആണെങ്കിലും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകളുടെ ഗതാഗതം അത് കുറച്ചുകൂടി സുഗമമായി, ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നു എന്നെല്ലാമാണ്. ട്രംപും ഇക്കാര്യം പിന്നീട് ആവർത്തിക്കുന്ന നിലപാടുണ്ടായിരുന്നു. വൈറ്റ് ഹൗസും പുറത്തുവിട്ടിട്ടുള്ള പ്രസ്താവന ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ, ഗൾഫ് നാടുകൾ ഉൾപ്പെടെ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ച് വന്നതോടെയാണ് ട്രംപ് നേരെ തൻ്റെ ഒരു പരാമർശം തിരുത്തിക്കൊണ്ട് ഈ ഹോർമുസിൽ ഇറാൻ കൂടുതൽ നിയന്ത്രണം കടുപ്പിക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് പ്രസ്താവന എത്തിച്ചത്. എന്തായാലും ഇത് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തനം വേണമെന്നതാണ് ട്രംപിൻ്റെ ആവശ്യം. എന്തായാലും നാളത്തെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന ചർച്ചയിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ഒരു പ്രധാന വിഷയമായിട്ട് വരാൻ സാധ്യതയുമുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കാത്തിരുന്ന് കാണണം ട്രംപിൻ്റെ പുതിയ നിലപാട് ഈ പുതിയ ശ്രമങ്ങളിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളത്. അതേസമയം ലെബനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇസ്രായേൽ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നെതന്യാഹു ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ലെബനൻ സർക്കാരുമായി എത്രയും വേഗം ചർച്ചകൾ ആരംഭിക്കും, അതിൽ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത് ഒരു പുതിയ സാഹചര്യം ഒരുക്കുകയാണ്. പക്ഷെ നമുക്കറിയാം അവിടെ ഹിസ്ബുള്ളയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പ്. ഹിസ്ബുള്ളക്കെതിരെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നതിനാണ് ഇസ്രായേൽ മുൻഗണന നൽകുന്നത് എന്നുള്ളതാണ് നെതന്യാഹു ആവർത്തിക്കുന്ന പശ്ചാത്തലം ഉണ്ടാക്കിയത്. പക്ഷേ അപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം വീണ്ടും ആക്രമണം ഉണ്ടാവുകയും ശക്തമായ ആക്രമണം ഉണ്ടാവുകയും ഹിസ്ബുള്ള നേതാവ് നയിം ഖാസിമിൻ്റെ അനന്തരവനെ കൊലപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു ഇസ്രായേൽ. IDF ബെയ്റൂട്ട് പ്രദേശത്ത് ആക്രമണം നടത്തിയെന്നും മറ്റും പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ലെബനിലുണ്ടായ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ 300-ലടുത്ത ആളുകൾ, സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ആക്രമണം നടത്തിയത്. ഇതിനിടയിലാണ് വീണ്ടും നെതന്യാഹു പറയുന്നത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഞങ്ങൾ ചർച്ചയിലേക്ക് പോവുകയാണ്, ഹിസ്ബുള്ളയെ നിരായുധീകരിക്കും എന്നൊക്കെ. ഒരുപക്ഷെ ലെബനിലെ സർക്കാരിൻ്റെ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് ഉണ്ടായേക്കാമെങ്കിൽ പോലും ഹിസ്ബുള്ളയെ അനുനയിപ്പിക്കുക എന്നുള്ളത് എളുപ്പമല്ല. ഇറാൻ്റെ പിന്തുണയുള്ള വലിയൊരു ഗ്രൂപ്പാണ് അത്, നമുക്കതറിയാം. ഇസ്രായേലിനെതിരെ സ്ഥിരമായി ആക്രമണം നടത്തുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് സമാധാനവും ചർച്ചയും ഒരു സ്ഥലത്ത് ആക്രമണവും എന്ന് പറയുന്നത് 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യമാണ്. അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായിരിക്കും അജയ് ഇതിൻ്റെ ഈ പറഞ്ഞ ചർച്ചകളുടെ ഒരു ആത്യന്തിക റിസൾട്ട്? രഞ്ജിത്ത്, ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ അംഗീകരിക്കുന്നില്ല. ലെബനന്റെ ഔദ്യോഗിക സർക്കാരുമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ചർച്ചകൾക്ക് തയ്യാറായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലെബനന്റെ സർക്കാരാണെങ്കിലും ഔദ്യോഗികമായി തന്നെ നേരത്തെ ഹിസ്ബുള്ളയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇറാനുമായിട്ടുള്ള സംഘർഷം ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ചപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതിനെതിരെ തന്നെ ലെബനൻ സർക്കാർ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പോൾ
ഇപ്പോൾ നിലവിൽ ഈ ഇത്തരത്തിൽ ഈ ഹിസ്ബുള്ളയെ എതിർക്കുന്ന ലെബനന്റെ ഔദ്യോഗിക സർക്കാരുമായിട്ടാണ് ഇസ്രായേൽ ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്നത്. ലെബനന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നവാഫ് സലാം അദ്ദേഹം കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. എന്നിട്ട് ഷഹബാസ് ഷെരീഫിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു ഇസ്രായേലുമായിട്ട് ചർച്ചകൾ നടത്താൻ താല്പര്യമുണ്ട്, ഇത് ഉടൻ തന്നെ എത്രയും വേഗം ഇത്തരം ചർച്ചകൾക്കുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് അദ്ദേഹം പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നീക്കം നടന്നതായിട്ട് നമുക്ക് അറിവില്ല. എന്നാലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരം ഒരു നീക്കത്തിന് അവർ മുൻകൈ എടുത്തിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് തന്നെ വ്യക്തമാക്കുകയായിരുന്നു ലെബനനുമായി ചർച്ചകൾ നടത്താൻ തങ്ങൾ തയ്യാറാണ്, ഇതിനായി എത്രയും വേഗം ഒരു സമയവും സ്ഥലവും നിശ്ചയിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലെബനൻ ഇതുവരെ ഔദ്യോഗികമായിട്ട് തങ്ങൾക്ക് ക്ഷണം ലഭിച്ചതായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ ഇക്കാര്യത്തിൽ പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഒരു വെടിനിർത്തലിലൂടെയുള്ള ചർച്ചയല്ല ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്, അവർ ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കുക എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചർച്ചകൾ പുരോഗമിക്കണം, അതേസമയം വെടിനിർത്തൽ തൽക്കാലത്തേക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഭാവി എന്താണെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. ഇതിനിടെ അമേരിക്കയുടേതായ ഒരു പ്രസ്താവന വരുന്നത് ഇറാനിൽ 13,000-ലധികം ആക്രമണങ്ങൾ വിജയകരമായി നടത്തി എന്നുള്ളതാണ്. ആയിരക്കണക്കിന് തവണ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ അതിർത്തികളിലൂടെ സഞ്ചരിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. നിലവിലുള്ള വെടിനിർത്തലിന് അനുസൃതമായി US സേന ആക്രമണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇറാനിയൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യമാണ് US ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമാക്കി എന്നും കൃത്യമായി ഞങ്ങളത് നേടിയെടുത്തുവെന്നും US സെൻട്രൽ കമാൻഡിന്റെ തലവൻ കൂടിയായ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമാക്കുകയാണ്. സ്വന്തം അതിർത്തികൾക്കപ്പുറത്തേക്ക് ശക്തി വ്യാപിപ്പിക്കാനുള്ള ഇറാന്റെ കഴിവ് ഞങ്ങൾ പൂർണ്ണമായും തകർത്തു എന്ന് പറയുന്നു. ഈ ദൗത്യം ഞങ്ങൾ പൂർത്തിയാക്കി എന്നും എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഈ കൂപ്പർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. അതായത് ഇറാന്റെ നാഗരികത നശിപ്പിക്കുമെന്നും മറ്റുമായിരുന്നല്ലോ ട്രംപിന്റെ പ്രസ്താവനയായി വന്നിരുന്നത്. ഇറാന്റെ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക പരാജയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വരും വർഷങ്ങളിൽ സൈനിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശേഷി ഇറാന് ഉണ്ടാവില്ല എന്നും അമേരിക്ക അവകാശപ്പെടുകയാണ്. അതായത് പരമ്പരാഗത സൈനിക ശേഷിയെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന അവകാശവാദമാണ് US സൈനിക കമാൻഡറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിനിടെ നമുക്കറിയാം സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഒരു രാജ്യം എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെതിരെ അതിശക്തമായ വിമർശനവുമായി ഇസ്രായേൽ രംഗത്ത് വന്നത് നിർണായകമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമെന്നാണ് ഇസ്രായേൽ പാകിസ്ഥാനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്തെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നും ഇസ്രായേൽ പറയുന്നത് ഈ ചർച്ചയുടെ ഗതി മാറ്റാൻ പോലും തരത്തിൽ ഉള്ള ഒരു സംഗതിയായി മാറുകയാണ്. കേവലം ഒരു ഇടനിലക്കാരനായി മാത്രമേ പാകിസ്ഥാനെ ഞങ്ങളും അമേരിക്കയും കാണുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. നമുക്കറിയാം ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടക്കാതിരിക്കുകയാണ്. ഇതിൽ US-ഉം ഇസ്രായേലും അടക്കം പങ്കെടുക്കുന്നുണ്ട്. ഇറാന്റെ പ്രതിനിധികളും ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ഇതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഈ വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന വരുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂവൻ അസറാണ് ഈ പ്രസ്താവന വരുന്നത്. ഞങ്ങളിപ്പോഴും സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അമേരിക്കയാണ് ആശ്രയിക്കുന്നത് എന്നും പാകിസ്ഥാനെ ഒട്ടും വിശ്വാസമില്ല എന്നും പറയുന്നത് ഈ ചർച്ചയുടെ ഗതി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, ഇന്നിപ്പോൾ ഇസ്ലാമാബാദിൽ നേരിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിൻ്റെ ഈ പ്രസ്താവന. രഞ്ജിത്ത്, നമുക്ക് ഇക്കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും അമേരിക്കയുടെ ഒരു മധ്യസ്ഥനാണ് പാകിസ്ഥാൻ ആദ്യം മുതൽ തന്നെ. ഇപ്പോൾ മുൻപ് നടന്നിട്ടുള്ള അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള സംഘർഷങ്ങളാണെങ്കിലും നയതന്ത്ര നീക്കങ്ങളാണെങ്കിലും എല്ലാത്തിനും ഇപ്പോൾ അത് ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാത്തിനും മധ്യസ്ഥത വഹിച്ചിരുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ അമേരിക്ക ഇത്തരത്തിൽ ഈ ചർച്ചകൾക്കുള്ള ഒരു ടൂളായിട്ട് ആദ്യം മുതൽ തന്നെ കണക്കാക്കി വന്നിരുന്നു. എന്നാൽ ഇസ്രയേൽ പാകിസ്ഥാനെ ഒരു കാര്യത്തിലും, അതായത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരു പ്രശ്നങ്ങളെ സഹകരിപ്പിക്കാതിരിക്കാനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗാസയിലേക്ക് അമേരിക്ക ക്ഷണിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഫോഴ്സിൽ പാകിസ്ഥാനിൽ നിന്നുള്ള അംഗങ്ങളും ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ സേനയും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ഇസ്രായേൽ കടുത്ത അതൃപ്തി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള പീസ് ബോർഡ് അതിനു വേണ്ടിയിട്ടും പാകിസ്ഥാനുള്ള അംഗങ്ങളെ അമേരിക്ക ക്ഷണിച്ച സാഹചര്യത്തിൽ ഇസ്രായേൽ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഇതിലെല്ലാം ഇസ്രായേലിന്റെ ഒരു ഭയം എന്ന് പറയുന്നത്
പറയുന്നത് പ്രധാനമായിട്ടും ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പാകിസ്ഥാന്റെ അടുത്ത ബന്ധം, അതായത് ഈ ഹമാസുമായിട്ടുള്ള ബന്ധം, അതുപോലെ ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ഇസ്രായേൽ ഭയപ്പെടുന്നു. ഇപ്പോൾ ഹമാസിനെ ഇസ്രായേൽ തീവ്രവാദ സംഘടനയായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്, അമേരിക്കയും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ പാകിസ്ഥാനുള്ള നല്ല ബന്ധം അത് ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമായതിനാൽ തന്നെ ഈ ഗാസ വിഷയത്തിൽ ഉൾപ്പെടെ തങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള, അതായത് ഇസ്രായേലിന് എതിരാകുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമോ എന്നും അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പല വിഷയത്തിലും അമേരിക്കയും പാകിസ്ഥാനും നല്ല ബന്ധം പുലർത്തുന്നതിനാൽ തന്നെ അമേരിക്ക പാകിസ്ഥാനെ ഒരു മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടാളിയായിട്ട് കൊണ്ടുവരുമ്പോഴൊക്കെ ഇസ്രായേൽ അതിനെ പരമാവധി എതിർക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് മേഖലയിലെ സാഹചര്യം സമാധാനപരമാക്കി അതുപോലെ ചരക്ക് നീക്കം ഉൾപ്പെടെ സുഗമമാക്കുന്നതിനാണ് ഇസ്രായേൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇടനിലക്കാരൻ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇസ്രായേൽ പാകിസ്ഥാനെ കാണുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ അവരുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു സൗഹൃദം അതൊന്നും തന്നെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ അംബാസഡറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രതികരണവും. തീർച്ചയായും ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. അതിൽ ഇടനിലക്കാരായത് പാകിസ്ഥാനാണ്. ലോകം ഉറ്റുനോക്കിയത് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലേക്കായിരുന്നു. എന്നാൽ ഇത് വെറും ഒരു നയതന്ത്ര വിജയം എന്നതിനേക്കാൾ പാകിസ്ഥാന്റെ നിലനിൽപ്പിനായുള്ള ഒരു നിർബന്ധിത നീക്കമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, സാമ്പത്തിക തകർച്ചയുണ്ട്, ആഭ്യന്തര സംഘർഷങ്ങളുണ്ട്, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയുണ്ട്. ഇതിൽ നിന്നൊക്കെ അമേരിക്കയുടെ വലിയ പിന്തുണയാണ് ആ രാജ്യത്തെ നിലനിർത്തി പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തികമായി വലിയ സഹായം US പാകിസ്ഥാൻ നൽകുന്നുണ്ട്. അതിന് വളരെ കൃത്യമായി US അവരെ ഉപയോഗിക്കുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ്ഥാൻ മധ്യസ്ഥനായി നിൽക്കുകയായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും കർസേന മേധാവി ജനറൽ അസിം മുനീറിനും മറ്റൊരു വഴിയില്ലായിരുന്നു ഈ വിഷയത്തിൽ ഇടപെടാതെ. ഇസ്രായേലിന്റെ അതൃപ്തി തുടർച്ചയായി ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനെ ഭീകര രാജ്യമെന്ന് പോലും ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടായിട്ടും എന്തുകൊണ്ട് മധ്യസ്ഥ ചർച്ചകൾക്ക് പാകിസ്ഥാൻ ഇറങ്ങി എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി തന്നെ ഉത്തരമുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഈ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തിപ്പോകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് ഇത് പറയാനും വയ്യ. അപ്പോൾ എന്ത് ചെയ്തു? പാകിസ്ഥാനെ ഒരു പാലമായി വളരെ കൃത്യമായി അവർ ഉപയോഗിച്ചു. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ മേലും സൈനിക മേധാവിയുടെ മേലും കനത്ത സമ്മർദ്ദം ട്രംപ് ചെലുത്തുകയും തുടർന്ന് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമെന്ന നിലയിൽ ഇറാൻ ഒരുപക്ഷെ ഇവരുടെ നിലപാടുകളൊക്കെ അംഗീകരിച്ചേക്കാം എന്ന വിശ്വാസത്തിന്റെ പുറത്തുകൂടിയാണ് ട്രംപ് പാകിസ്ഥാനെ ഉപയോഗിച്ചത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ട്രംപിന്റെ പ്രതിനിധിയായി JD വാൻസ്, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി എന്നിവരുമായി പാകിസ്ഥാൻ കരസേന മേധാവി ജനറൽ അസിം മുനീർ ചർച്ചകൾ നടത്തുകയും അതിനെ തുടർന്ന് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രത അടക്കം ഉറപ്പുവരുത്താം എന്നുള്ള ഉറപ്പ് അമേരിക്ക നൽകുകയും മറ്റും ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനത്തിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് അമേരിക്കയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക, ഒപ്പം തങ്ങൾ ഈ യുദ്ധം നിർത്തിച്ചു എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ വന്നാൽ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞ് തങ്ങൾക്ക് ഒരു ജീവശ്വാസം വരുത്തിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇസ്രായേലിന് പാകിസ്ഥാനിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സമാധാന ചർച്ചകൾ ഇന്നിപ്പോൾ ഇസ്ലാമാബാദിൽ ആരംഭിക്കാതിരിക്കുന്ന ചർച്ചകളുടെ ഫലം എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. അമേരിക്ക അതിര് കടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് മാർപ്പാപ്പയെ പോലും ഇപ്പോൾ അമേരിക്ക ഭീഷണിപ്പെടുത്തുകയാണ്. ലിയോ 14 മാർപ്പാപ്പ ഇതിനെ തുടർന്ന് അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി എന്ന വിവരങ്ങൾ കൂടി മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. അതായത് പെന്റഗൺ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാർപ്പാപ്പ ചെയ്തൊരു സന്ദേശം അത് അമേരിക്കയ്ക്കെതിരാണ്. അമേരിക്കയുടെ ഭരണകൂടത്തിനെതിരായുള്ള സന്ദേശം അല്ലെങ്കിൽ വ്യാഖ്യാനമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പെന്റഗൺ പറയുകയാണ്. തുടർന്ന് അമേരിക്കയും വത്തിക്കാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടിയുണ്ട്. വത്തിക്കാന്റെ പ്രതിനിധിയെ പെന്റഗണിലേക്ക് വിളിപ്പിച്ച അമേരിക്കൻ ഉദ്യോഗസ്ഥർ കത്തോലിക്ക സഭ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന കർശന മുന്നറിയിപ്പ് നൽകി എന്നാണ് ഏറ്റവും പുതിയ വിവരമായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാധാനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള മാർപ്പാപ്പയുടെ പ്രസംഗം അമേരിക്കൻ ഭരണകൂടത്തോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് പെന്റഗൺ വിലയിരുത്തുന്നത് എന്നുള്ളത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മാർപ്പാപ്പയെ പോലെ ഒരു ആത്മീയ നേതാവിനെതിരെ എങ്ങനെ അമേരിക്ക ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസികളായ നിരവധി ആളുകൾ അമേരിക്കയിലുണ്ട്. അവർക്കൊക്കെ ട്രംപിനോടുള്ള എതിർപ്പ് കൂട്ടാൻ ഇത് കാരണമാകും എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും മറ്റും വരുന്നുണ്ട്. അത് മാത്രമല്ല, അമേരിക്കയിൽ ജനിച്ച
ആദ്യത്തെ മാർപ്പാപ്പ കൂടിയാണ് ലിയോ 14 എന്ന് മനസ്സിലാക്കണം. ട്രംപ് ഭരണകൂടത്തിൻ്റെ കുടിയേറ്റ നയങ്ങളെയും വിദേശ നയങ്ങളെയും നേരത്തെ തന്നെ ഇദ്ദേഹം വിമർശിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. 2026 ജനുവരി 9 വത്തിക്കാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ യുദ്ധം വീണ്ടും ഫാഷനായി മാറിയിരിക്കുന്നു എന്നായിരുന്നു ലിയോ 14 വിമർശനം. ഇത് തനിക്കെതിരെയുള്ള വലിയ ആക്രമണമായി ട്രംപ് കാണുന്നു എന്നുള്ളത് നിർണായകമാണ്. അജയ്, ഈ ട്രംപിന്റെ പിടിവിട്ടോ? ഇപ്പോൾ മാർപ്പാപ്പയ്ക്കെതിരെ പോലും ശത്രുത പുലർത്തുന്ന സമീപനം ട്രംപ് സ്വീകരിക്കുകയാണ്. രഞ്ജിത്ത്, ഇപ്പോൾ മാർപ്പാപ്പ ഇപ്പോൾ കുറച്ച് ദിവസം മുൻപേ ഈ യുദ്ധത്തിനെതിരെ എല്ലാം വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സമാധാന സന്ദേശം കൊടുക്കുന്നതിനിടെ അദ്ദേഹം പലതവണ മാർപ്പാപ്പമാർ ഈ യുദ്ധത്തെ സംബന്ധിച്ചെല്ലാം ഒരു സമാധാന സന്ദേശമാണ് നൽകിയിട്ടുള്ളതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ തവണ ലിയോ 14 അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഈ യുദ്ധം വഴി ശത്രുക്കൾ ഉദ്ദേശിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ യുദ്ധം ആരംഭിച്ചു വെച്ചവരുടെ കൈകളിൽ നിലവിൽ ചോരക്കറകളാണ്, അവരുടെ കൂടെ ഒരിക്കലും ദൈവം നിൽക്കില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അതിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഈ വാക്ക്, അതായത് ഈ യുദ്ധം ആരംഭിച്ചു വെച്ചവർ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ലക്ഷ്യമിടുന്നത് ട്രംപിനെയും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഒക്കെയാണ്. അപ്പോൾ ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നതിലായിരിക്കാം അമേരിക്ക ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു കടുത്ത രീതിയിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ലിയോ 14 പ്രതിനിധിയെ വിളിച്ച് പെന്റഗൺ കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ നേരിട്ട് അമേരിക്കയിൽ എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരെ വിളിച്ച് വരുത്തുകയായിരുന്നു. അപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം ഉൾപ്പെടെ പെന്റഗന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയൊരു ഭീഷണിയായിട്ടാണ് വത്തിക്കാൻ വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സംഭവം വന്നതോടെ, ഇത്തരം വിമർശനങ്ങൾ വന്നതോടെ അമേരിക്ക പെട്ടെന്ന് നിലപാട് മാറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പെന്റഗൺ പിന്നീട് പറഞ്ഞത് തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നത് അത്തരമൊരു മോശം പരാമർശമല്ല, ഒരു നല്ല രീതിയിലുള്ള ചർച്ചകൾക്കായിട്ടാണ് ഈ വത്തിക്കാനെ ഞങ്ങൾ ക്ഷണിച്ചത് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് പിന്നീട് പെന്റഗന്റെ ഭാഗത്തു നിന്ന് വന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ലിയോ 14 അദ്ദേഹം തന്റെ നിലപാടിൽ നിന്ന് മാറുന്നില്ല. അമേരിക്കയുടെ 250-ാം വാർഷികത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ US സന്ദർശനമുണ്ടായിരുന്നു. എന്തായാലും അതുൾപ്പെടെ റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ കോളടിച്ചത് റഷ്യയാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം അസംസ്കൃത എണ്ണവില കാര്യമായി വർദ്ധിച്ചപ്പോൾ വലിയ തോതിൽ എണ്ണ സ്റ്റോക്കുള്ള റഷ്യ അത് വിറ്റ് കാശാക്കി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ മാത്രം റഷ്യയുടെ എണ്ണ വരുമാനം $9 ബില്യൺ, ഏകദേശം $900 കോടി ആയി ഉയരുകയാണ്. നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ഇത് കേവലം $4.9 ബില്യൺ ആയിരുന്നു. അതാണിപ്പോൾ ഏതാണ്ട് ഇരട്ടിക്ക് മുകളിലേക്ക് വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി കാരണം ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $90 മുകളിൽ, ഏതാണ്ട് $110 വരെ എത്തിയ പശ്ചാത്തലം റഷ്യൻ എണ്ണയ്ക്ക് കൂടുതൽ വില ലഭിക്കാൻ കാരണമായി എന്നാണ് വിവരം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് കൂടുതലായി എണ്ണ വാങ്ങി. നിയന്ത്രണങ്ങളും ഉപരോധങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും റഷ്യൻ എണ്ണയുടെ വില നിശ്ചയിച്ചിട്ടുള്ള പരിധിയേക്കാൾ വളരെ കൂടുതലായി വിപണിയിൽ ലഭിക്കുന്ന പശ്ചാത്തലമൊക്കെ ഒരുങ്ങി. തുടർന്ന് കൂടുതൽ രാജ്യങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ റഷ്യൻ എണ്ണ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ റഷ്യയ്ക്കുണ്ട്. അതുകൂടി ഉപയോഗിച്ചാണ് റഷ്യ വളരെ കൃത്യമായി തന്നെ തങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത റഷ്യയുടെ ഖജനാവ് നിറയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ സംഘർഷം തുടർന്നാൽ വീണ്ടും എണ്ണവില ഉയരും എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അത് വളരെ കൃത്യമായി തന്നെ റഷ്യയ്ക്ക് നേട്ടമാവുകയും ചെയ്യും. അമേരിക്കയും ഇറാനും തമ്മിൽ പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒരു വ്യക്തത വേണമെന്ന ആവശ്യവുമായി UAE രംഗത്ത് വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത നിയന്ത്രണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം എന്നും UAE ആവശ്യപ്പെടുന്നു. യാതൊരുവിധ നിബന്ധനകളുമില്ലാതെ ഹോർമുസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്നാണ് UAE ആവശ്യപ്പെട്ടിരിക്കുന്നത്. UAE വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു. വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകളിൽ കൂടുതൽ വ്യക്തത വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മേഖലയിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ ശത്രുതാപരമായ നീക്കങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹം ഉറപ്പുവരുത്തണമെന്നും UAE ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ 40 ദിവസത്തിനിടെ ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച ഇറാൻ വലിയ ആക്രമണങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് നടത്തിയിരുന്നു. വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഈ സാഹചര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ സഹകരണം വേണമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പുറത്ത് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇതിനിടയിൽ മറ്റൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് യുക്രൈനുമായാണ്. ഈ ഇസ്രായേൽ അമേരിക്ക സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നതിനിടെ ആ യുദ്ധം ലോകം മറന്നിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ആക്രമണം നടക്കുന്നുണ്ട്. പുതിയൊരു വാർത്ത പുറത്തു വരുന്നത്
ഓർത്തഡോക്സ് ഈസ്റ്റർ പ്രമാണിച്ച് യുക്രൈനുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേവലം ഒരു ദിവസം മാത്രമാണ് ഈ വെടിനിർത്തൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏപ്രിൽ 11 നാളെ വൈകിട്ട് 4 മണി മുതൽ ഏപ്രിൽ 12 അർദ്ധരാത്രി വരെയാണ് ഈ വെടിനിർത്തൽ എന്നാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 വർഷമായി തുടരുന്ന ഈ സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. US മുഖേന ഈസ്റ്റർ വെടിനിർത്തൽ നിർദ്ദേശം കൈമാറിയതായി സെലൻസ്കി നേരത്തെ അറിയിച്ച പശ്ചാത്തലമാണ്. എല്ലാ മേഖലകളിലും സൈനിക നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായി ക്രെംലിൻ അറിയിച്ചിട്ടുണ്ട്. ശത്രുപക്ഷത്തു നിന്നുള്ള ഏത് പ്രകോപനത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. റഷ്യയുടെ ഈ മാതൃക യുക്രൈനും പിന്തുടരുമെന്നാണ് കരുതുന്നതെന്നും ക്രെംലിൻ വ്യക്തമാക്കി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പോൾ 9 മണി വാർത്ത തുടരുകയാണ്. ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രിയും ജനതാദൾ യുണൈറ്റഡ് നേതാവുമായ ദീർഘകാലമായി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ഇന്നിപ്പോൾ രാജ്യസഭാംഗത്വം ഏപ്രിൽ 14 രാജ്യസഭാംഗത്വം രാജിവെക്കുമെന്ന ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. തുടർന്ന് അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം ഏപ്രിൽ 14 രാജിവെക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാജ്യസഭാംഗമായി ഇന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഏപ്രിൽ 10 അദ്ദേഹം, അതായത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിന്റെ പിൻഗാമിയെ നിശ്ചയിക്കുന്നതിനായി ഏപ്രിൽ 13 ബീഹാർ ക്യാബിനറ്റ് യോഗം ചേരും എന്നും സാമ്രാട്ട് ചൗധരിയെ പിൻഗാമിയാക്കണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തൻ്റെ കസേര ദീർഘകാലം ഒഴിഞ്ഞ് കിടക്കാൻ പാടില്ല എന്ന നിലപാട് അദ്ദേഹം മുതിർന്ന BJP നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. BJPയുടെ ഉപമുഖ്യമന്ത്രി കൂടിയാണ് സാമ്രാട്ട് ചൗധരി. അദ്ദേഹം വരണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് 14 15 ഒരുപക്ഷെ സാമ്രാട്ട് ചൗധരി ബീഹാറിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അങ്ങനെ ബീഹാറിൻ്റെ കൂടി ഭരണ നേതൃത്വം BJPയുടെ പക്കലേക്ക് വരികയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റം. പ്രവാസികളുടെ വിഷു ആഘോഷങ്ങൾ കെങ്കേയമാക്കാൻ ഗൾഫിലേക്ക് പ്രത്യേക വിമാനത്തിൽ ടൺ കണക്കിന് പഴവും പച്ചക്കറിയും ലുലു ഗ്രൂപ്പ് എത്തിക്കുകയാണ്. കേരളമടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച ഉൽപ്പന്നങ്ങളാണ് ഇത്. കണിക്കൊന്നയും വെള്ളരിയും വാഴയിലയും നാളികേരവും മുതൽ സദ്യവട്ടങ്ങൾക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇതിലുണ്ട്. കേരളത്തിലെ കാർഷിക കയറ്റുമതി മേഖലയ്ക്കും വലിയ പിന്തുണയേകുന്നതാണ് ഈ നീക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിഷു ആഘോഷങ്ങൾക്കായി കൊച്ചിയിൽ നിന്ന് പ്രത്യേക വിമാനങ്ങളിലായി ഏതാണ്ട് 3200 ടൺ പഴം പച്ചക്കറിയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ലുലു ഗ്രൂപ്പ് എത്തിക്കുന്നത്. കേരളത്തിലെ കാർഷിക വിപണിയിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച പഴവും പച്ചക്കറിയും മറ്റുമാണ് ഫെയർ എക്സ്പോർട്സ്, ലുലു ഗ്രൂപ്പിൻ്റെ ഫെയർ എക്സ്പോർട്സ് നേതൃത്വത്തിൽ ഗൾഫിലേക്ക് എത്തിക്കുന്നത്. നാഷണൽ എയർലൈൻസിൻ്റെ 747 കൂറ്റൻ കാർഗോ വിമാനം അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് വൈകിട്ട് ഏതാണ്ട് 100 ടൺ പച്ചക്കറികളുമായി ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ വിമാനം കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വീണ്ടും നാളെയും മറ്റന്നാളുമായി ഇത്തരം വിമാനങ്ങൾ വരികയും പോവുകയും ചെയ്യും. അങ്ങനെ 320 ടൺ പച്ചക്കറികളും പഴവും മറ്റും ഗൾഫിലേക്ക് എത്തും. ഗൾഫ് മലയാളികൾക്ക് ഇത്തവണ ആഘോഷമായി വിഷു കൊണ്ടാടാം. മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗതയിൽ തീവണ്ടിയോ? സംശയിക്കേണ്ട, നമ്മുടെ ഭാരതത്തിൽ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്.
ഇത്തരത്തിൽ ശേഷിയുള്ള 2 പുതിയ ട്രെയിനുകൾ നിർമ്മിക്കാൻ റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതി ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലെ ഏറ്റവും വേഗമേറിയ വന്ദേ ഭാരത് എക്സ്പ്രസിന് മുകളിലുള്ള വേഗത ഇതിനുണ്ടാകുമെന്ന കാര്യമാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്. മണിക്കൂറിൽ 180 കിലോമീറ്ററാണ് വന്ദേ ഭാരതിൻ്റെ. നിലവിൽ രാജ്യമൊട്ടാകെ 81ഓളം വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളുണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ 220ലേക്ക് ട്രെയിനിൻ്റെ വേഗം നിജപ്പെടുത്താൻ അല്ലെങ്കിൽ അത്തരം ട്രെയിനുകൾ നിർമ്മിക്കാൻ റെയിൽവേ ബോർഡ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ബ്രോഡ് ഗേജ് ട്രെയിൻ സെറ്റുകളായിട്ടായിരിക്കും ഈ 2 റേക്കുകളാണ് നിർമ്മിക്കാൻ നിർമ്മിക്കുക. സ്റ്റീൽ ബോർഡിൽ നിർമ്മിക്കുന്ന ഈ കോച്ചുകൾക്ക് മണിക്കൂറിൽ 220 കിലോമീറ്റർ ഡിസൈൻ സ്പീഡും 200 കിലോമീറ്റർ പരമാവധി പ്രവർത്തന വേഗതയും ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് ഉള്ള കരാർ 2024 ഒക്ടോബർ തന്നെ BEML നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിർമ്മാണം ഉടൻ പൂർത്തിയാകുകയും ചെയ്യും. 27.86 കോടിയാണ് ഒരു കോച്ചിൻ്റെ വിലയായി കണക്കുകൂട്ടുന്നത്. ആകെ കരാർ തുക 866 കോടി രൂപയാണ് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കിനി മെക്സിക്കോയിലേക്ക് ഒന്ന് പോകണം. അവിടെ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതായത് മരിച്ചയാളുടെ കാമുകിമാരാണെന്ന് അവകാശപ്പെട്ട് 2 സ്ത്രീകൾ ശവമഞ്ചത്തിന് മുന്നിൽ വെച്ച് തല്ലുകൂടി. സമൂഹമാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വലിയ വൈറലാണ്. മെക്സിക്കോയിൽ നടന്ന സംഭവത്തിൽ മരിച്ച പുരുഷന്റെ മൃതദേഹത്തിന് മുന്നിൽ വെച്ചാണ് ഈ 2 സ്ത്രീകൾ പരസ്പരം തല്ലുകൂടിയത്. ഇത് കണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പശ്ചാത്തലമാണ്. തങ്ങൾ ഒരേ സമയം ഈ മരിച്ചയാളെ സ്നേഹിച്ചിരുന്നു എന്നും ഇവർ അവകാശപ്പെടുകയാണ്. തുടർന്നാണ് ഇവർ തമ്മിൽ തല്ലും ബഹളവും ഉണ്ടാകുന്നത്. മെക്സിക്കോയിലെ വെരാക്രൂസ് എന്ന സ്ഥലത്താണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. തുടർന്ന് ഈ തല്ല് അങ്ങോട്ട് മൂത്തതോടുകൂടി ഇയാളുടെ ശവമഞ്ചത്തിൻ്റെ മൂടി തെറിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ദൃക്സാക്ഷികൾ നൽകുന്നത്. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ചിലർ ഇടപെട്ട് ഇവരെ പിടിച്ചു മാറ്റിയതിനെ തുടർന്നാണ് ഈ മൃതദേഹമെങ്കിലും രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ മൃതദേഹം പുറത്തേക്ക് തെറിക്കുന്ന പശ്ചാത്തലമായിരുന്നു. അത് മാത്രമല്ല, ഈ മരിച്ചയാൾക്ക് ആദ്യം ആര് അന്ത്യചുംബനം നൽകുമെന്ന തർക്കമാണ് ഈ ഒരു തല്ലിലേക്ക് മാറിയത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെയും പഞ്ചാബ് കിങ്സിലെയും സൂപ്പർ താരം അർഷദീപ് സിംഗ് പ്രണയത്തിലാണോ? ഇപ്പോൾ ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നുണ്ട്. തൻ്റെ സ്നാപ്ചാറ്റിൽ അർഷദീപ് പങ്കുവച്ച ഒരു ചിത്രമാണ് ആരാധകർക്കിടയിൽ ഇത്തരം സംശയങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ഹിന്ദി പഞ്ചാബി നടി കൂടിയായ ഒപ്പം മോഡലുമായ സംറീൻ കൗറാണ് അർഷദീപിൻ്റെ ജീവിതത്തിലെ ഈ പെൺകുട്ടി എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. അർഷദീപ് തൻ്റെ സ്നാപ്ചാറ്റ് സ്റ്റോറിയിൽ പങ്കുവച്ച ചിത്രത്തിൽ യുവതിയുടെ കൈ കോർത്ത് പിടിച്ചിരിക്കുന്നതാണ് കണ്ടത്. എന്നാൽ യുവതിയുടെ മുഖം വ്യക്തമായിരുന്നില്ല. എങ്കിലും ഈ ആരാധകർ പറയുന്നത് ഈ ആളെ കണ്ടെത്തിക്കഴിഞ്ഞു എന്നാണ്. യുവതിയുടെ കയ്യിലെ ടാറ്റുവും മോതിരവും സംറീൻ കൗറിൻ്റെ സമാനമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു വാദം. ഇതിനു പുറമെ IPL സീസണിൽ പഞ്ചാബ് കിങ്സിൻ്റെ മത്സരങ്ങൾ കാണാൻ സംറീൻ സ്ഥിരമായി സ്റ്റേഡിയത്തിൽ എത്തുന്നതും ആരാധകർ ഒരു കാരണമായി ആരാധകർ അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ബോളിവുഡ് പഞ്ചാബ് സിനിമാ സംഗീത ലോകത്തെ താരമാണ് ഇവർ. ജമ്മു കാശ്മീർ സ്വദേശിനിയാണ് സംറീൻ. 2018 ഫെമിന മിസ് ഇന്ത്യ ഫൈനലിസ്റ്റുകളിൽ ഒരാളായിരുന്നു. രൺവീർ സിംഗ് നായകനായ 83 എന്ന സിനിമയിലൂടെയാണ് സംറീൻ ശ്രദ്ധിക്കപ്പെടുന്നത്. തുടർന്ന് നിരവധി സിനിമകളിൽ വേഷമിട്ട ആൾ കൂടിയാണ്. ഇപ്പോൾ അർഷദീപ് സിംഗിൻ്റെ മനം കവർന്നു സംറീൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും അർഷദീപ് IPL തിരക്കുകളിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് അർഷദീപിൻ്റെ കുടുംബാംഗങ്ങളോ പ്രതികരിച്ചിട്ടില്ല. നമുക്ക് 9 മണി വാർത്ത ഇതോടെ പൂർത്തിയാക്കേണ്ട സമയമാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി സജിത്ത് ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.